ഒരു ചിരി, ഒരു മുഖം, ഒരു ശബ്ദം. മലയാളികളുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന ഒരേ ഒരു പേര്, സലീം കുമാർ. ചില മനുഷ്യർ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കലാകാരന്മാരായിട്ടാണ്, പക്ഷെ അവർ ഓർമ്മകളിൽ തുടരുന്നത് മനുഷ്യരായിട്ടാണ്. സലീം കുമാർ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. നമ്മൾ ചിരിച്ച അനേക നിമിഷങ്ങൾക്ക് പിന്നിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരു ഡയലോഗ്, ഒരു നോട്ടം, ഒരു നടത്തം മതി ഒരു തലമുറ പൊട്ടിച്ചിരിക്കാൻ. പക്ഷെ ആ ചിരിയുടെ പിന്നിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ജീവിതത്തെ അടുത്തറിഞ്ഞ ഒരാൾ, വിശപ്പിനെ അറിഞ്ഞ ഒരാൾ, കഷ്ടപ്പാടുകൾ അറിഞ്ഞ ഒരാൾ, സാധാരണ മനുഷ്യരുടെ വേദനകൾ സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരാൾ. അതുകൊണ്ടാവാം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ അഭിനയമായി തോന്നാതിരുന്നത്. നമ്മുടെ വീട്ടിലെ ഒരാളായി തോന്നിയത്, നമ്മൾ കണ്ടുമുട്ടിയ ഒരാളായി തോന്നിയത്, നമ്മളെ തന്നെയായി തോന്നിയത്. ചിരിപ്പിക്കുക എളുപ്പമല്ല, കരയിപ്പിക്കുക അതിലും എളുപ്പമല്ല. എന്നാൽ ഒരു മനുഷ്യര് രണ്ടും സാധ്യമാകുന്നത് അത്യപൂർവമാണ്. ആദാമിന്റെ മകൻ നബുവിലെ ആ കണ്ണുകൾ, ആ നിശബ്ദത, ആ വേദന, അത് അഭിനയമല്ലായിരുന്നു. ജീവിതത്തെ ഉള്ളിലേറ്റിയ ഒരു കലാകാരന്റെ ആത്മാവായിരുന്നു. പ്രശസ്തി വന്നു, പുരസ്കാരങ്ങൾ വന്നു, കയ്യടികൾ വന്നു, പക്ഷെ സലീം കുമാർ മാറിയില്ല. അദ്ദേഹം എന്നും മണ്ണിന്റെ മണമുള്ള മനുഷ്യനായി തുടർന്നു. ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു വലിയ സത്യമുണ്ടായിരുന്നു. ജീവിതം ചെറുതാണ്, മനുഷ്യൻ അതിലും ചെറുതാണ്. പക്ഷെ മനുഷ്യ സ്നേഹം, അതാണ് ഏറ്റവും വലുത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം, അതായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. ഇന്ന് മലയാള സിനിമയ്ക്ക് നഷ്ടമായത് ഒരു നടനെ മാത്രമല്ല, ചിരിയുടെ പിന്നിലെ ഒരു ഹൃദയത്തെയാണ്, ഒരു കാലഘട്ടത്തെയാണ്, ഒരു സംസ്കാരത്തിന്റെ ഭാഗമായ മനുഷ്യനെയാണ്. ഇനി പുതിയ കഥാപാത്രങ്ങൾ വരില്ല, പുതിയ ചിരികൾ സമ്മാനിക്കാൻ അദ്ദേഹം ഉണ്ടാവില്ല. പക്ഷേ ഒരു മലയാളി ചിരിക്കുമ്പോൾ, ഒരു പഴയ ഡയലോഗ് വീണ്ടും കേൾക്കുമ്പോൾ, ഒരു രംഗം വീണ്ടും കാണുമ്പോൾ അവിടെ സലീം കുമാർ ഉണ്ടാകും. ഓർമ്മയായി, വികാരമായി, ചിരിയായി, കണ്ണീരായി. കാരണം ചിലർ മനുഷ്യർ യാത്രയാകുന്നില്ല, അവർ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ താമസിക്കുകയാണ്. പ്രിയ സലീം കുമാർ, നിങ്ങൾ അവസാനിക്കുന്നില്ല. നിങ്ങൾ മലയാളികളുടെ ഓർമ്മകൾ ജീവിച്ചുകൊണ്ടേയിരിക്കും എന്നും. ന്യൂസ് ഡെസ്ക്, റേഡിയോ ആവശ്യം.